ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഭൂമിയിലെ 10 നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത, എന്നാൽ മനുഷ്യരവിടെ താമസിക്കുന്നുമുണ്ട്. അങ്ങനെ പ്രകൃതിയിൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു 10 സ്പോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കുറച്ചൊക്കെ പേടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്, ചിലതൊക്കെ നേച്ചറിൻ്റെ ഒരു കളികളായിട്ടും നമുക്കതിനെ കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സ്പോട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. കൗണ്ട് ഡൗണിൽ തുടങ്ങിയേക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10, 9 തൊട്ട് ലാസ്റ്റ് 1 വരെ ഉണ്ട്. നമ്പർ 1 എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഞെട്ടിപ്പോവും. അങ്ങനത്തെ സംഭവമാണ്. ഓക്കെ, നമുക്ക് അതിന് 10ാമത്തെ ആ ഒരു മിസ്റ്റീരിയസ് പ്ലേസിലേക്ക് പോയേക്കാം. 10ാമത്തെ മിസ്റ്റീരിയസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ഐലൻഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഐലൻഡിൽ പാമ്പുകൾ മാത്രം ജീവിക്കുന്ന ഐലൻഡ് കണ്ടിട്ടുണ്ടോ? എന്നുണ്ടെങ്കിൽ ഒരു 1 സ്ക്വയർ മീറ്റർ, കിലോമീറ്ററോ ഇതൊന്നുമല്ല, 1 സ്ക്വയർ മീറ്റർ, ഒരു സ്ക്വയർ മീറ്ററിൻ്റെ ഉള്ളിൽ 5 പാമ്പ് മിനിമം അവിടെ കാണാൻ പറ്റും. അത് നോർമൽ ആ ഒരു നമുക്ക് വെനം ഇല്ലാത്ത പാമ്പോ അല്ലെങ്കിൽ പ്രശ്നക്കാരി അല്ലാത്ത പാമ്പോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. നല്ല കൂടിയ വിഷമുള്ള പാമ്പ്, അത് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ആ ഐലൻഡ് ഫുള്ള് 1 സ്ക്വയർ മീറ്ററിനകത്ത് 5 എണ്ണം നമുക്ക് മിനിമം കാണാൻ പറ്റും. അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ സംഭവം ഉള്ളത് ബ്രസീലിലാണ്. ആ ഐലൻഡിൻ്റെ പേര് ഞാൻ പറഞ്ഞേക്കാം, സ്നേക്ക് ഐലൻഡാണ്. സ്നേക്ക് ഐലൻഡിൽ ബ്രസീൽ ആ രാജ്യത്തിൻ്റെ അണ്ടറിൽ തന്നെ ഐലൻഡാണ്. അവിടെ മനുഷ്യരാരും പോയിട്ടില്ല, പോകാൻ പാടില്ല എന്ന് ഗവൺമെൻറ് തന്നെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് 9th വരാം. 9th വരുമ്പോൾ നോർത്തേൺ സെൻറ്റിനൽ ഐലൻഡ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവാം, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഐലൻഡാണ്. എന്നാൽ സംഭവം കുറച്ച് സീനാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്തമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു ഐലൻഡാണ് ഈ ഒരു നോർത്തേൺ സെൻറ്റിനൽ ഐലൻഡ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മനുഷ്യവാസമുണ്ട്, പക്ഷേ മനുഷ്യരെ തന്നെ തിന്നുന്ന കുറച്ച് മനുഷ്യരാണ് അവിടെ ഉള്ളത്. അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ എഴുതിച്ചിട്ടുണ്ട്. ഹൈ റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. കാരണം ആ ഒരു ഐലൻഡിൽ ഒരുപാട് മനുഷ്യരുണ്ട്, പക്ഷേ ആ മനുഷ്യർ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. അവർക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഥ പോലും അവർക്ക് അറിയില്ല. മനുഷ്യർ ഡ്രസ്സിട്ടാണ് നടക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല. അങ്ങനത്തെ ഒരു കൂട്ടം ജനതയാണ് അവിടെ ഉള്ളത്. ഭയങ്കരമായിട്ട് റൂഡായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര ഒരു മയവുമില്ലാതെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ഒരു കൂട്ടം ആദിവാസികൾ. അങ്ങോട്ട് ഈ ഐലൻഡിൽ നിന്ന് പരിചയപ്പെടാൻ വേണ്ടി 2 US പൗരന്മാർ ഈ എക്സ്പെഡീഷൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടൊക്കെ എത്തി. അവിടെ പോകാൻ പാടില്ല എന്നൊക്കെ ഇൻഫർമേഷൻ കൊടുത്താണ്. പക്ഷേ ഇവർ ഏതൊക്കെയോ ബോട്ടൊക്കെ പിടിച്ച് അവിടെ എത്തി. പക്ഷേ ആ ബോട്ട് ഒരു അറ്റാക്ക് ചെയ്ത് ആ ആൾക്കാരെ പിന്നെ കാണാനുണ്ടായില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാനും വേറെ ആരും പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സീനുള്ള ഐലൻഡാണ് ഈ നോർത്തേൺ സെൻറ്റിനൽ ഐലൻഡ്. ഇനി അടുത്തത് നോർത്ത് യുങ്കാസ് റോഡ്. ഈ റോഡ് ആൻഡീസ് പർവ്വത നിരകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങ് സ്വിറ്റ്സർലാൻഡ് ആ ഏരിയയിലൊക്കെ ഉള്ള ആൻഡീസ് പർവ്വതമുണ്ട്. അതിൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ്, റോഡാണ് ഇത്, നോർത്ത് യുങ്കാസ് റോഡ്. അപ്പോൾ ഇത് ബൊളീവിയ ആ ഒരു ഭാഗമൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാരോ റോഡാണ്. നമ്മൾ ഈ ഹിമാലയത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ സോജില്ല പാസിലൊക്കെ പോണ വഴികളില്ലേ, അതിനേക്കാളും നാരോ ആയിട്ടുള്ള റോഡാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര നമ്മൾ മുൻകരുതലിട്ട് പോയാലും അല്ലെങ്കിൽ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോയാലും അവിടെ മരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രക്ക് ഭയങ്കര 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രമാണ് അവിടെ ആ റോഡിൽ കൂടി പോകുള്ളൂ. ആ റോഡ് വെറുതെ ചെറിയ റോഡൊന്നുമല്ല, ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒരു കൊല്ലം 250 തൊട്ട് 300 പേരുടെ അടുത്ത് മരിക്കാറുണ്ട്. എത്രയൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും ആ റോഡിൽ ആൾ മരിക്കും. അതെന്താ സംഭവമെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ആ റോഡിന് എന്തോ പ്രശ്നമുണ്ട് അവിടെ. നമ്മൾ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലേക്ക് നാട്രോൺ. ഈ സംഭവം നിൽക്കുന്നത് ആഫ്രിക്കയിലാണ്. ഇവിടെ ഈ ഒരു ലേക്കിൻ്റെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ചുമന്നിരിക്കും. നമ്മൾ കൈയൊക്കെ മുറിഞ്ഞ് കഴിയുമ്പോൾ ബ്ലഡിൻ്റെ കളർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ സെയിം കളറിലായിരിക്കും ആ ലേക്കിൻ്റെ വെള്ളം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സോഡിയം കാർബണേറ്റിൻ്റെ ലെവൽ ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് ചിന്തിക്കാനേക്കാളും അധികമായിട്ടാണ് ഈ സോഡിയം കാർബണേറ്റിൻ്റെ അളവ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ലേക്കിൻ്റെ കളർ റെഡായിട്ട് മാറും. ഇനി വേറെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേക്കിൽ ആരെങ്കിലും കൈ കഴുകുകയോ കാല് ഒന്ന് ടച്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വരെ അഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഈ ഒരു ലേക്കിലുണ്ട്. കാരണം അത്രക്ക് മാരകമായിട്ടുള്ള വെള്ളമാണ് അവിടെ. പക്ഷേ അവിടെ ഒരു കൂട്ടം പക്ഷികൾ മാത്രം വന്നിരിക്കും. ആ പക്ഷികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാമിംഗോസ് ഇല്ല, നമ്മുടെ വലിയ കാലൊക്കെ ഉള്ള ആ പക്ഷി. ആ പക്ഷിക്ക് ഒരു കുഴപ്പമില്ല. ആ പക്ഷി എല്ലാ പ്രാവശ്യവും അവിടെ 25 ലക്ഷത്തോളം ഫ്ലാമിംഗോസ് ഒരു കൊല്ലത്തിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. ഇനി 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഡെസേർട്ടാണ്. ഈ ഡെസേർട്ട് ഡാനക്കിൽ ഡെസേർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആഫ്രിക്കയിലാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് 50 ഡിഗ്രിയുടെ മുകളിലേക്കാണ് അവിടെ ചൂട് നിൽക്കുള്ളൂ, അതിന് താഴേക്ക് വരാറില്ല എന്ന് പറയുന്നത്. 50 ഡിഗ്രിയുടെ മുകളിലേക്കാണ് ചൂട്. ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചൂടുണ്ടായിട്ടും അതിൻ്റെ നടുക്കായിട്ട് ഒരു വെള്ളത്തിൻ്റെ തടാകമുണ്ട്.
ഒരു ആസിഡ് സ്പ്രിങ് ആണെന്നാണ്. അവിടെ ഇങ്ങനെ വെള്ളം എപ്പോഴും ഇങ്ങനെ ഈ ഫൗണ്ടൻ പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇതുവരെ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത്രയും ഡിഗ്രി ചൂടിനകത്ത് നടുക്ക് എങ്ങനെയാണ് ഒരു വെള്ളത്തിൻ്റെ സ്പ്രിങ് മാത്രം ഇങ്ങനെ അത് ത്രൂ ഔട്ട് ദ ഇയർ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കും. സംഭവം എന്താ മനസ്സിലായത്? എന്നാൽ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇത് പഠിക്കാനായിട്ടും ആ വെള്ളത്തിൽ നിന്ന് മുങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ മരിച്ചും പോയിട്ടുണ്ട്. അതാണ് ഈ ഡാനക്കിൽ ഡെസേർട്ടിൻ്റെ വേറൊരു പ്രത്യേകത. അടുത്തത് ബിക്കിനി ആറ്റോൾ. ബിക്കിനി ആറ്റോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിക്കിനി എന്ന് പറഞ്ഞ പേര് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ആ ഒരു ഡ്രസ് കൾച്ചറാണെന്ന് വിചാരിക്കും. എന്നാൽ സംഭവം അതല്ല. ഈ ബിക്കിനി ആറ്റോൾ എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷ്യനിലുള്ള ചെറിയൊരു ഏരിയയാണ്. അവിടെ കടലിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയാണ്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള റേഡിയേഷൻ ഏരിയയാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ ചിലപ്പോൾ നമ്മൾ ചത്തുപോകും. അത്രയ്ക്ക് ഹൈ റേഡിയേഷനാണ് ആ ഏരിയയിലേക്ക്. നമ്മുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ കേട്ടല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇനി എങ്ങനെയാണ് റേഡിയേഷൻ ഉണ്ടാവാനുള്ള കാരണമുണ്ട്. നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഇത് ഇനി റേഡിയേഷൻ എങ്ങനെയാണ് ഉണ്ടാവാനുള്ള കാരണം കൂടി പറഞ്ഞേക്കാം. ഇത് വേൾഡ് വാർ 2 ശേഷം അമേരിക്ക അവിടെ ന്യൂക്ലിയർ ബോംബും കാര്യങ്ങളൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്തു. കണ്ടിന്യൂസ് ടെസ്റ്റാണ് എന്നുണ്ടെങ്കിൽ കണക്ക് പറയുന്നതിന് 1946 മുതൽ 58 ഇടയിൽ 23 ന്യൂക്ലിയർ ടെസ്റ്റ് ആ ഏരിയയിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഹൈ റേഡിയേഷനാണ്. അങ്ങോട്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പർ ആൻറ്റി റേഡിയേഷൻ ആ സ്യൂട്ടും കാര്യങ്ങളും ഇടാതെ ആ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. ഇതാണ് അടുത്ത ഒരു സ്പോട്ട്. അടുത്ത് നമ്മൾ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം, ഇങ്ങനത്തെ ഒരു പേരുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് പോയേക്കാം. ഇത് നമ്പർ 4 നിൽക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ പേര് ഒയ്മിയാക്കോൺ എന്ന സ്ഥലമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും പല ആൾക്കാരും. ഇത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്, മനുഷ്യവാസമുള്ള കോൾഡസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഒയ്മിയാക്കോൺ. പേരൊന്നും വായിക്കാൻ പറ്റില്ല അല്ലേ. ഇത് -67 ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ് നിൽക്കണം. ഇവിടെ മനുഷ്യവാസമുണ്ട്. ഇവിടുത്തെ വേറെ പ്രത്യേകത, ഇവിടുത്തെ കാറുകളോ അല്ലെങ്കിൽ ഈ മോട്ടോർ വെഹിക്കിളോ ഒന്നും ഓഫ് ചെയ്യില്ല അവരെപ്പോഴും ഒന്നിലും ഓണാക്കിയെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമിഷകാലം കൊണ്ട് ഇത് എൻജിൻ ഐസായി പോകും, പിന്നെ സ്റ്റാർട്ടാവില്ല, ബാറ്ററി ഡെഡായി പോകും. അതിൻ്റെ പേരിൽ അവിടുത്തെ എല്ലാ വണ്ടികളും ഫുൾ ടൈം സ്റ്റാർട്ടിങ്ങിലായിരിക്കും. രാത്രി നിന്നില്ല, പകലുന്നില്ല, അവിടെ ഓണായിരിക്കും. പിന്നെ അവിടുത്തെ വിൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ദ ഇയറാണ്. ഒരു 7-8 മാസം ഫുൾ വിൻറ്റേഴ്സാണ്. സമ്മേഴ്സ് അവിടെ ഇല്ല. കൊല്ലത്തിൽ പകുതി മാസങ്ങളിലും അവർക്ക് സൺ കാണാൻ പറ്റില്ല. ബാക്കിയുള്ള മാസം സൺ മാത്രമേ കാണാൻ പറ്റുള്ളൂ, രാത്രി വരാറില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഒരു ക്ലൈമറ്റാണ് അവിടെ നമ്മളിപ്പോൾ ഈ റീൽസിലൊക്കെ കാണാറുണ്ടാവും, പിന്നെ വെള്ളമൊക്കെ എടുത്ത് മുകളിലേക്ക് എടുക്കുമ്പോൾ ഐസായി പോകണം. ഇവിടെ ഐസല്ല, ഇവിടെ നല്ല സൂപ്പർ ഐസ് കട്ടയായിട്ടായിരിക്കും താഴേക്ക് തന്നെ. അത്രയ്ക്ക് കോൾഡാണ് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അടുത്ത് നമ്മുടെ 3rd പൊസിഷനിലേക്ക് വന്നേക്കാം. ഇത് അഫ്യോഗെ സൊമാലി എന്ന് പറയുന്ന സ്ഥലമാണ്. എന്നുണ്ടെങ്കിൽ ഇത് സൊമാലിയയിലുള്ളൊരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിനെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് ഒരു സ്ട്രീറ്റും ഇങ്ങനെയില്ല. എന്നുണ്ടെങ്കിൽ ഒരു 100 മീറ്ററുള്ളൂ ഈ സ്ട്രീറ്റ്. ആ ഒരു സ്ട്രീറ്റ് എന്നുണ്ടെങ്കിൽ ആ സ്ട്രീറ്റിൻ്റെ ഒരു സബ് ലൈൻ 100 മീറ്ററുള്ളൂ. അങ്ങനെ ഒരുപാട് 100 മീറ്ററുള്ള സബ് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഓരോ 100 മീറ്ററിലും ഓരോ ഗുണ്ടാത്തലവന്മാരാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗുണ്ടാത്തലവന്മാരുള്ള ചെറിയൊരു സ്പേസിൽ ഗുണ്ടാത്തലവന്മാരുള്ള സ്ഥലമാണ് ഈ ഒരു അഫ്ഗോയെ സൊമാലി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. ഈ സ്ട്രീറ്റൊക്കെ അടുത്തടുത്തുള്ള സ്ട്രീറ്റാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പകയാണ് അവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്കാരെ അടിക്കണം, അവരെ കൊല്ലണം. ഇതാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഗുണ്ടാത്തലവന്മാരൊക്കെ ഓൾറെഡി മരിച്ചിട്ടുണ്ടാകും. പക്ഷേ അവരുടെ ഈ തലമുറക്കാരുണ്ടല്ലോ, ഗുണ്ടകളുടെ അനുയായികളൊക്കെയാണ് അടുത്ത ഗുണ്ടകളായിട്ട് വരുന്നത്. അവർ അടുത്ത സ്ട്രീറ്റിലുള്ള ഗുണ്ടയായിട്ട് ഇങ്ങനെ തല്ലാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു അഫ്ഗോയെ സൊമാലി. ഇത് സെക്കൻഡ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലമാണ് കുൽധാര വില്ലേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒറ്റ രാത്രി കൊണ്ട് പല ആൾക്കാർ വാനിഷായി പോയ സ്ഥലമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേട്ടിട്ടുണ്ടായി. അത് കാണാത്തൊന്ന് പോയി കണ്ടേക്കാം, ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ഗ്രാമവാസികൾ ഒരു ചെറിയൊരു ലവ് സ്റ്റോറിയുടെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിനെ ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം അവിടുത്തെ ആ ഒരു ലാൻഡ് ലോഡ് എന്നുണ്ടെങ്കിൽ ആ ജന്മി അവിടുത്തെ അത്രക്ക് പ്രശ്നക്കാരായിരുന്നു ഇവർക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെല്ലാവരും കൂടി ഒറ്റ രാത്രി കൊണ്ട് അവിടെ ശപിച്ചു. അവിടെ ഇനി ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് പോയി. അതിനുശേഷം ഇന്നേ വരെ അവിടെ ആർക്കും പോയി ജീവിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ വീട് വെച്ച് താമസിക്കാൻ ശ്രമിച്ച ആൾക്കാരെല്ലാവരും ഒന്നിൽ ഈ നാട് വിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ് കുൽധാര വില്ലേജ്. ഇത് രാജസ്ഥാനിലാണ്. ഇനി നമ്പർ 1, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാൽ വിശ്വസിച്ചേ പറ്റും. ഇങ്ങനെ സംഭവമുണ്ട്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ഷിഫ്റ്റിംഗ് ബീച്ചിൻ്റെ ഷേപ്പ് മാറുന്നത് കണ്ടുണ്ടോ? എന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഇനി ഈ ഷേപ്പ് ഷിഫ്റ്റിംഗ് ബീച്ച് ഇതെവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമീബിയ അല്ലേ, കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ രാജ്യമാണ്. അവിടുത്തെ ഒരു
സ്കെൽട്ടൺ കോസ്റ്റ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ സ്കെൽട്ടൺ കോസ്റ്റിലാണ് ഈ സംഭവം. ഇവിടെ ഒരുപാട് ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൺ ഷിപ്പുകളൊന്നും അടിഞ്ഞിട്ടുണ്ട്. അതേപോലെ മനുഷ്യരുടെ ഡെഡ് ബോഡീസ് കാണാം, മൃഗങ്ങളുടെ ഡെഡ് ബോഡീസ് കാണാം. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീച്ചിൽ, ഈ കോസ്റ്റൽ ഏരിയയിൽ ഭയങ്കരമായിട്ടുള്ള മഞ്ഞും നല്ല ഹൈ പ്രഷറിലാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ഇത് ഈ മരുഭൂമിയും കടലും കൂടി ഒന്നിക്കുന്ന ഏരിയ കൂടിയാണിത്. അപ്പോൾ ഈ കാറ്റും ഇതൊക്കെ ഒരുമിച്ചടിക്കുന്ന കാരണം ഈ മണൽ പറന്ന് വേറെ സ്ഥലത്തേക്ക് പോയി ഈ ബീച്ചിൻ്റെ രൂപം മാറും. ചിലപ്പോൾ നീളത്തിരിക്കുന്ന ബീച്ച് ചിലപ്പോൾ സർക്കിളിലാവും, സ്ക്വയർ ആവാം. ആ കാറ്റിൻ്റെ വേഗത പോലെ ഇരിക്കും. പിന്നെ ഭയങ്കര ഹൈ ഫോഗാണ്. അതുകൊണ്ട് ആ പരിസരത്തോട് പോകുന്ന ഷിപ്പുകൾക്ക് ചിലപ്പോൾ കാഴ്ച പോയിട്ട് ഏതെങ്കിലും ഷിപ്പ് ഏതെങ്കിലും കരയിൽ പോയി ഇടിക്കും. കാരണം ഇത് മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷിപ്പ് പോയി മുട്ടിയിട്ട് ഷിപ്പിന് പോകാൻ പറ്റില്ല. അങ്ങനെ അടിഞ്ഞേക്കണ ഇഷ്ടംപോലെ ഷിപ്പുകളുടെ സ്കെൽട്ടണും കൂടി നമുക്ക് ഈ ഒരു ബീച്ചിൽ കാണാൻ പറ്റും. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഷേപ്പ് ഷിഫ്റ്റിംഗ് ബീച്ച് ഒന്ന് പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് ഒരുപാട് ഷേപ്പ് ഷിഫ്റ്റിംഗ് ബീച്ചസ് ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട് 1-2 ബീച്ചസ് ഉണ്ട്. പക്ഷേ ഇത്രയും മാരകമായിട്ടുള്ള ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യണ ഒരു ബീച്ചുമില്ല. അത് ഇവിടെ തന്നെ പോകണം, ഈ സ്കെൽട്ടൺ കോസ്റ്റിൽ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ടോപ്പ് 10 ആ ഒരു മിസ്റ്റീരിയസ് പ്ലേസസ് ഓൺ എർത്ത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഇൻഫോർമേഷണൽ വീഡിയോസും ഹൊറർ വീഡിയോസും അതേപോലെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.